കനത്ത മഴയിൽ കൊല്ലം കിഴക്കേ കല്ലടയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കൊച്ചുപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത്. ഷാജിയും കുടുംബവും രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. കണ്ണനായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണന, തെങ്ങ് വീണ് വീട് തകർന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. അതിന് മുൻപും ആ വീടിന്റെ അവസ്ഥ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വെള്ളം വീഴാതിരിക്കാൻ ഷീറ്റ് വലിച്ചിട്ടിട്ടുണ്ട്, പലയിടങ്ങളിൽ ഷീറ്റ് തകർന്നതുപോലെയൊക്കെയുണ്ട്. വലിയ ദുരിതത്തിലായി പോയിട്ടുണ്ടാകുമല്ലോ കുടുംബം. തീർച്ചയായും ആ വീടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഒരു കട്ട കെട്ടിയ വീടാണ്. തേച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടോ ഒന്നുമില്ല, ഒരു ഓടിട്ട വീടാണ്. ആ വീടിൻ്റെ മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. ഈ തെങ്ങ് കടപുഴകി വീഴുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് ആ ഷാജിയും കുടുംബവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. അതുകൊണ്ട് മാത്രമാണ് ആ കുടുംബത്തിന് ഒരു പരിക്കേൽക്കാതെ വൻ അത്യാഹിതം ഉണ്ടാകാതെ രക്ഷപ്പെടാൻ സാധിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദരിദ്ര അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വീടാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ഈ സംഭവമാണ് കൊല്ലം ജില്ലയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു അത്യാഹിതം എന്ന് പറയാൻ സാധിക്കുക. മറ്റ് കടലോര മേഖലയിൽ സാധാരണ ഉണ്ടാകുന്നത് പോലെ മഴക്കാലത്ത് ഉണ്ടാകുന്നതിന് സമാനമായ രീതിയിലുള്ള കടൽക്ഷോഭമുണ്ട്. മുണ്ടക്കൽ ഭാഗത്തൊക്കെ തന്നെ സ്ഥിരം കടൽക്ഷോഭം ഉണ്ടാകുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തൊക്കെ തന്നെ കടൽക്ഷോഭം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ പല പ്രദേശങ്ങളും, ചില താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ട്. എന്നാൽ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഈ മഴ തോരുന്ന അവസ്ഥയിൽ ഈ വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. നീണ്ടകര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് വെള്ളം കയറുകയും അത് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ മലയോര മേഖലകളിലൊന്നും തന്നെ ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.